സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 35 മുതൽ 39 വരെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വേദഭാഗത്ത് ക്രിസ്തീയ സഹനം അഥവാ സഹിഷ്ണുത നാം കാണുകയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിലൂടെയാണ് പ്രതിഫലിക്കുന്നത്. ക്രിസ്തീയ സഹനത്തിൻ്റെ അഥവാ സഹിഷ്ണുതയുടെ ഒരു ഉദാഹരണം ഒരു പുസ്തകത്തിൽ ഇപ്രകാരം വായിച്ചു കേൾക്കുവാനിടയായി. 2-ാം ലോക മഹായുദ്ധകാലത്ത് സിംഗപ്പൂരിലെ ബിഷപ്പായിരുന്ന ഡോക്ടർ ജോൺ ലിയോനാർഡ് വിൽസൺ ജപ്പാൻകാരുടെ ജയിലിൽ കിടന്ന് അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായി. ആ മഹായുദ്ധം അവസാനിച്ചപ്പോൾ അദ്ദേഹം സ്വതന്ത്രനാവാനിടയായി. ശേഷം അദ്ദേഹത്തെ തടവിൽ പീഡിപ്പിച്ച ജപ്പാൻ പടയാളികൾ ബിഷപ്പിൻ്റെ ക്രിസ്തീയ സാക്ഷ്യത്തിൽ ആശ്ചര്യപ്പെട്ടു. പിന്നീട് അവരിൽ പലരും ക്രിസ്തു വിശ്വാസികളായി മാറ്റപ്പെടുകയും ചെയ്തു. അവരിൽ ചിലരെ സ്നാനപ്പെടുത്തുവാനുള്ള ഭാഗ്യവും ഈ ബിഷപ്പിനുണ്ടായി. അവരിലൊരാൾ ഒരിക്കൽ ആ ബിഷപ്പിനോട് ഇപ്രകാരം ചോദിച്ചു: ദൈവം അങ്ങേ എന്തുകൊണ്ടാണ് വേദന നിറഞ്ഞ ആ തടവിൽ നിന്നും രക്ഷിക്കാതിരുന്നത്? ആ ചോദ്യത്തിന് മറുപടിയായി ബിഷപ്പ് പറഞ്ഞത്, വേദനകളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും വിടുതൽ നൽകിയല്ല ദൈവം പലപ്പോഴും ഞങ്ങളെ രക്ഷിക്കുന്നത്, പിന്നെയോ അവ സഹിക്കുവാനുള്ള ശക്തി നൽകിയാണ്. വീണ്ടും ആ പടയാളികൾ ബിഷപ്പിനോട് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്: ഞങ്ങളങ്ങേ ഉപദ്രവിച്ചപ്പോൾ, പീഡിപ്പിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ ശപിക്കാതിരുന്നത്? അദ്ദേഹം പ്രതിവചിച്ചു, ഞാൻ ക്രിസ്തു യേശുവിനെ അനുഗമിക്കുന്നവനാണ്. അതിനർത്ഥം നാം എല്ലാവരും സഹോദരങ്ങളാണ്. എനിക്ക് എൻ്റെ സ്വന്തം സഹോദരനെ എങ്ങനെ ശപിക്കുവാൻ കഴിയും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ബിഷപ്പിൻ്റെ ക്രിസ്തീയ സ്നേഹവും സഹിഷ്ണുതയുമാണ് ഈ വാക്കുകളിൽ നാം കാണുന്നത്. നാം വായിച്ചു കേട്ട വേദഭാഗത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്നാണ് പൗലോസ് ചോദിക്കുന്നത്. തുടർന്ന് ചില വിഷയങ്ങൾ പറയുന്നു. കഷ്ടത, അതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഉപദ്രവങ്ങൾ, സങ്കടങ്ങൾ, പട്ടിണി, നഗ്നത, ആപത്ത്, വാള്, ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ വക കാര്യങ്ങൾ കൊണ്ടൊന്നും ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയില്ല എന്ന്.
പൗലോസ് അപ്പോസ്തലന് ഇത് പറയുവാൻ എങ്ങനെയാണ് സാധിച്ചത്? ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിലുള്ള ആ വിശ്വാസം, അത് മുറുകെ പിടിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്രകാരം പറയുവാൻ സാധിച്ചത്. ദൈവസ്നേഹം കഷ്ടങ്ങളെ അതിജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ആമേൻ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാം മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ